ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെയും അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെയും ഗെയിൻ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. അതായത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് നമുക്ക് വരുന്നതാണെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നതിൽ നിന്നാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമുക്കൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഹോൾഡിംഗ് പീരീഡാണ്. അതായത് സാധാരണയുള്ള അസറ്റ് ആണെന്നുണ്ടെങ്കിൽ 36 മാസത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും, 36 മാസത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 12 മാസം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും, 12 മാസത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ്. അതേസമയം അൺലിസ്റ്റഡ് ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവണമെന്നുണ്ടെങ്കിൽ 24 മന്ത്സ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കണം. 24 മന്ത്സിനേക്കാൾ താഴെയാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയുണ്ട്, ആ കൺസിഡറേഷനിൽ നിന്ന് നമുക്ക് കോസ്റ്റ് വരുന്നത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഒരു ഇൻഡെക്സേഷൻ എന്ന് പറയുന്നതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ മാത്രമല്ല, ഇംപ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടിയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻഡെക്സേഷൻ കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്നൊന്ന് ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അതായത് ആക്ച്വലായിട്ട് നമുക്ക് സെയിൽ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എത്ര രൂപയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനെയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വാങ്ങിയപ്പോൾ എത്ര രൂപ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമല്ല കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കൂടി മുഴുവനായിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ്, ചിലപ്പോൾ ബ്രോക്കറേജോ കമ്മീഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് എന്തിൽ നിന്നാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നോക്കി, അതിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ഇന്നോവേഷൻ വരുന്നുണ്ട്. അതായത് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് 3ഉം കൂടി ആഡ് ചെയ്തിട്ട് കൺസിഡറേഷനിൽ നിന്ന് നമുക്ക് കുറയ്ക്കണം. ഓക്കെ, ഇനി പറയുന്നത് ഫ്രം റിസൾട്ടിങ് സം ഡിഡക്ഷൻ ഡിഡക്റ്റ് എക്സംഷൻ പ്രൊവൈഡഡ് ബൈ അണ്ടർ സെക്ഷൻ 54B, 54D, 54G ആൻഡ് 54GA. നമ്മൾ എക്സംഷൻ ഉണ്ടെന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനുകളിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്, എന്തൊക്കെയാണ് എക്സംഷൻസ്. അപ്പോൾ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ദ ബാലൻസിങ് എമൗണ്ട് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ബാലൻസ് ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാൽക്കുലേഷനാണ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നോക്കുക. അതിൽ നിന്ന് എന്തൊക്കെയാണ് ഡിഡക്ട് ചെയ്യേണ്ടത്? ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യണം, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യണം, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടിയും ഡിഡക്ട് ചെയ്യണം. അതിനുശേഷം വരുന്നത് എക്സംഷൻ 54 എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഇൻകം ഫ്രം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഈ പറഞ്ഞ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും പേജ് നമ്പർ 222 എടുക്കാം. പേജ് നമ്പർ 222 മിസ്റ്റർ സുന്ദർ സോൾഡ് എ ബിൽഡിംഗ് ഓൺ 3rd February 2020 ഫോർ 11,35,000 and paid a brokerage of rupees 15,000. He had acquired the asset on 15/5/2018 at a cost of 4,35,000. Compute short term capital gain. ഇവിടെ പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹോൾഡിംഗ് പീരീഡാണ്. അപ്പോൾ ഇവിടുത്തെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 ഫെബ്രുവരി, അതായത് 3rd February 2020. 3/2/2020 നമ്മൾ വിറ്റിട്ടുള്ളത്. പക്ഷേ എക്വയർ ചെയ്യുന്നത് എന്നാണ് 15/5/2018 വിൽക്കുന്നത്. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയാണ്. 36 മാസം എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് സ്ക്രൂട്ടിനൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന 15/5/2018 മുതൽ 3/2/2020 വരെയാണ് ഹോൾഡിംഗ് പീരീഡ്. അപ്പോൾ ഇയാൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് 20.5 മാസമേ ഉള്ളൂ. അപ്പോൾ 20.5 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 മാസം ഇയാൾ ഹോൾഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പറയാം. നമ്മളുടെ 36 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആക്കണമായിരുന്നു. ഇവിടെ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുമല്ല നമ്മുടെ പ്രോബ്ലത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുമുണ്ട് കമ്പ്യൂട്ടർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കൺസിഡറേഷൻ റിസീവ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 11,35,000 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യണം? ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈ പ്രോബ്ലത്തിൽ ഇല്ല. ഇവിടെ വരുന്നത് ബ്രോക്കറേജ് ഉണ്ട് 15,000, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഉണ്ട് 4,35,000. ഇത് രണ്ടുമാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതായത് 15,000 + 4,35,000 എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടി നോക്കൂ എല്ലാവരും, 4,50,000 ആണ് വരുന്നത്. അപ്പോൾ 11,35,000 നിന്ന് നമുക്ക് 4,50,000 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അതായത് കൺസിഡറേഷൻ റിസീവ്ഡിൽ നിന്ന് ആദ്യം നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത് എന്താണ്? ബ്രോക്കറേജ് ആണ്. അത് 15,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 11,20,000 കിട്ടി. അതിൽ നിന്ന് ലെസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് 4,35,000 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കമ്പ്യൂട്ടേഷൻ ജസ്റ്റ് പ്രോബ്ലം വായിച്ചിട്ട് എത്ര രൂപയാണ് കൺസിഡറേഷൻ, എത്ര രൂപയാണ് എക്വിസിഷൻ, എത്ര രൂപയാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അതായത് നമ്മൾ എത്ര രൂപയാണ് നമ്മളുടെ എക്വിസിഷൻ എക്സ്പെൻസ്, എത്ര രൂപയാണ് നമ്മളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നതും, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ടോട്ടൽ എക്സ്പെൻസ്. അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. അതേ പേജിൽ തന്നെ മിസ്റ്റർ സുരേഷ് അക്വയർഡ് 4,000 shares of Pioneer Limited on 15/7/2018 at a cost of rupees 23 per share.
He also paid a brokerage of rupees 2 per share. On 13/5/2019, he sold 3,000 shares of rupees 35 per share and paid a brokerage of rupees 1 per share. Compute capital gain. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്കറിയാം ഇവിടെ ഷെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് 12 മാസം എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുള്ളത്. 12 മാസത്തിൽ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കണം. 12 മാസത്തിൽ താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ആദ്യം നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യേണ്ടത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാലും രണ്ടിൻ്റെയും കമ്പ്യൂട്ടേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് വാങ്ങിയ ഡേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. വാങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് 15/7/2018 15/7/2018 എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്നാണ് വിൽക്കുന്നത്? 13/5/2019 അത് വിൽക്കുന്നത്. അപ്പോൾ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 15/7/2018 മുതൽ 13/5/2019 വരെ എത്ര നാളുണ്ടെന്ന് നോക്കണം. 15/7/2018 മുതൽ 15/7/2019 ആയാലേ ഒരു വർഷമാവുന്നുള്ളൂ. അപ്പോൾ 12 മാസമാണ് നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു വർഷമാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു വർഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല. അതായത് 15/7/2018 വാങ്ങിയിട്ട് 13/5/2019 അത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 10 മാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ക്രൂട്ടനൈസിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് എന്ന് പറയാം. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്നുള്ളതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് നോക്കുന്നത് ഹോൾഡിംഗ് പീരീഡിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇവിടുത്തെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 10 മാസമാണ്. ഷെയറിൻ്റെ കേസാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തായിട്ട് പറയാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പറയാം. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4000 ഷെയർ വാങ്ങിയിട്ടുള്ളതിൽ 3000 ഷെയർ മാത്രമേ നമ്മൾ വിറ്റിട്ടുള്ളൂ. അതുകൊണ്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 3000 കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റ് എന്ന് പറയുന്നതും 4000 ഷെയറിൻ്റെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. 3000 ഷെയറിൻ്റെ മാത്രമാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ 4000 എടുക്കാൻ പാടില്ല. കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? അതായത് 4000 ഷെയർ വാങ്ങിയിട്ട് നമ്മൾ 3000 ഷെയർ മാത്രമേ വിൽക്കുന്നുള്ളൂ. ഇനി ഇവിടെ കൺസിഡറേഷൻ നോക്കാം. നമുക്ക് 3000 ഷെയർ എന്ന് പറയുന്നത് 35 രൂപ വെച്ചിട്ടാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. അതായത് 3000 × 35 എന്ന് പറയുന്നതാണ് ഫുൾ വാല്യൂ ഓഫ് ദ കൺസിഡറേഷൻ. 3000 × 35 എന്ന് പറയുമ്പോൾ 1,05,000 കിട്ടി. എല്ലാവരും കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കാം. 3000 × 35 എന്ന് പറയുമ്പോൾ 1,05,000 തന്നെയല്ലേ എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു ഷെയറുമേ 1 രൂപ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഹി ഓൾസോ പെയ്ഡ് ₹2 പെർ ഷെയർ. 2 രൂപ വെച്ചിട്ടാണ് നമ്മളിവിടെ വാങ്ങുമ്പോൾ ചിലവാക്കിയിട്ടുള്ളത്. പക്ഷെ വിൽക്കുമ്പോൾ ബ്രോക്കറേജ് എന്ന് പറയുന്നത് 1 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോക്കറേജ് എന്ന് പറയുന്നത് 3000 × 1 എന്ന് പറയുമ്പോൾ 3000 രൂപ നമുക്ക് കുറയ്ക്കാം. ആ കിട്ടിയ എമൗണ്ട്, അതായത് 1,05,000 നിന്ന് നമ്മൾ 3000 രൂപ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് കൺസിഡറേഷൻ കിട്ടുന്നത്. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? നമുക്ക് 1,02,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഷെയർ വാങ്ങിയിട്ടുള്ളത്? 23 രൂപയ്ക്കാണ് ഷെയർ വാങ്ങിയിട്ടുള്ളത്. അത് 4000 ഷെയറുമേ നമ്മൾക്ക് കാണേണ്ട കാര്യമില്ല. 3000 രൂപ ഷെയർ മാത്രമേ വിറ്റിട്ടുള്ളൂ. അപ്പോൾ 3000 × 23 നോക്കണം. അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ ബ്രോക്കറേജ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് വേണം നമുക്ക് ലെസ് ചെയ്യാൻ. അതായത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലായിട്ട് എത്രയാണ്? 23 രൂപയാണോ? അല്ല, ഒരു ഷെയറുമേ 25 രൂപ വരും.
അതായത് 23 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന കൺസിഡറേഷൻ പ്രൈസും അല്ലെങ്കിൽ വാങ്ങിയ വിലയും അതിന് കൊടുത്തിട്ടുള്ള ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഒരു ഷെയറിന് 2 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഒരു ഷെയറിന് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് എത്ര രൂപയാണ്? 25 രൂപയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 3000 × 25 ആദ്യം ചെയ്യാം, അല്ലെങ്കിൽ 3000 × 23 പ്ലസ് 3000 × 2. ഇതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ടോട്ടൽ വരുന്നത് എത്രയാണ്? 3000 × 23 എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ എത്ര രൂപ ഷെയറിന്മേൽ കൊടുത്തിട്ടുണ്ട്? അതായത് ബ്രോക്കറേജ് എന്ന് പറയുന്നത് 2 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരുന്നത് എത്ര രൂപയാണ്? ടോട്ടൽ 75,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര രൂപ വരും? അതായത് നമുക്ക് 3000 × 23 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 79,000 ആണ്. അതായത് എല്ലാവരും കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കൂ. 3000 × 23 എന്ന് പറയുമ്പോൾ 79,000 ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ 69,000 ആണ് വരുന്നത്. 69,000 പ്ലസ് 6,000 എന്ന് പറയുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എത്ര രൂപ വന്നിട്ടുള്ളത്? 75,000 റുപ്പീസ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് കൺസിഡറേഷൻ നിന്ന് 75,000 കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമ്മൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 27,000 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതായത് ഞാൻ വീണ്ടും പറയാം, കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വൽ കിട്ടിയിട്ടുള്ളത് 3000 × 35 ആണ്. വിൽക്കുന്ന സമയത്ത് നമ്മൾ ബ്രോക്കറേജ് ഒരു ഷെയറിന് 1 രൂപ വെച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതാദ്യം നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അതായത് 3000 × 1 എന്ന് പറയുമ്പോൾ നമ്മൾ 3000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 1,02,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ 1,02,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് വാങ്ങുമ്പോൾ ഒരു ഷെയറിന് നമ്മൾ 23 രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ബ്രോക്കറേജ് ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയറിന് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് 25 രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് 3000 × 25 ആണ്. ഇനി അതെങ്ങനെ വന്നത് എന്നൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈഡിൽ 3000 × 23 പ്ലസ് 3000 × 2 എന്ന് പറയുന്ന കാൽക്കുലേഷൻ ഞാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 75,000 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 1,02,000 നിന്ന് 75,000 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 27,000 കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം നേരത്തെ പറഞ്ഞ പ്രോബ്ലം എന്ന് പറയുന്നത് ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 36 months ആയിരുന്നു. അതേസമയം രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഷെയർ ആണ്. ഷെയറിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 12 മാസമാണ്. ഇതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടിയും അഡീഷണൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ വാങ്ങിയ വില മാത്രം നോക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക റിട്ടേൺ ഡൗൺ വാല്യൂ ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് 1 April എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ഞാൻ ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിപ്രീഷ്യബിൾ അസറ്റ്, അതായത് ഡിപ്രീസിയേഷൻ വരുന്ന അസറ്റ് ആണെങ്കിലാണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് എടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? A transfer of a depreciable asset will result in short-term capital gain or loss when on the last day of the previous year the written down value is 0. അതായത് നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോസ് എന്ന് പറയുന്നത് ആണ് എന്നുണ്ടെങ്കിൽ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ പ്രീവിയസ് ഡേയിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് വരുന്നത്. ഇതൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ തിയറി ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പേജ് നമ്പർ 222 തന്നെ ഉള്ള ഒരു കണക്ക് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്.
The written down value of furniture on 1/4/19 is rupees 70,000. On 15/7/19 it is sold for rupees 82,000. Compute capital gain. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കാം, ആദ്യം എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഹോൾഡിംഗ് പീരീഡ് ഇവിടെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതായത് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെയാണ് നമ്മൾ ഓൾവേസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 70,000 ആണ്. അത് വിറ്റിട്ടുള്ളത് എന്നാണ് 15/7/2019 അത് വിറ്റിട്ടുള്ളത്. അപ്പം നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു കൺസിഡറേഷനിലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് പീരീഡ് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുള്ളത് കൊണ്ട് എക്വയർ ചെയ്തിട്ടുള്ള ഡേറ്റ് നമുക്ക് അറിയില്ല. ഈ 36 മാസം എന്ന് കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്വയർ ചെയ്ത ഡേറ്റ് അറിയണം. പക്ഷേ ഇവിടെ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കൺസിഡറേഷൻ പ്രൈസ് എത്രയാണ്, എത്ര രൂപയാണ് നമുക്ക് വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ളത്? 82,000 ആണ്. അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്ന 70,000 കുറച്ചാൽ നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കൺസിഡറേഷനിൽ നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ കുറച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ സെയിം തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ കേസിൽ തന്നെ ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും പേജ് നമ്പർ 223 എടുക്കൂ. പേജ് നമ്പർ 223 റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് എ ഫാക്ടറി ബിൽഡിംഗ് ഓൺ 1/4/2019 ഈസ് rupees 3,25,000. A new factory building was acquired on 1/8/2019 at a cost of rupees 3 lakh. In December 2019, all the buildings are sold for rupees 6 lakh. Compute capital gain. ഇവിടെ പറയുന്നത് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിലുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ തന്നു. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ പർച്ചേസും കൂടിയും വന്നിട്ടുണ്ട്. ഈ അഡീഷണൽ പർച്ചേസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 1/4/2019 എന്ന് പറയുന്ന ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മളുടെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 3,25,000 ആണ്. അതിൻ്റെ കൂടെ 1/8/2019 ഒരു അഡീഷണൽ പർച്ചേസും കൂടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വിൽക്കുന്ന ദിവസം നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് എത്രയായി? നമുക്കറിയാം, റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ഓപ്പണിംഗ് വാല്യൂ പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇഫ് ദർ ഈസ് എനി ഡിപ്രീസിയേഷൻ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. അതല്ലേ? അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടിയിട്ട് സെയിൽ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള തുകയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന എൻഡ് ഓഫ് ദി ഇയറിലുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ. അപ്പോൾ ഇവിടെ പർച്ചേസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള 3,25,000 കൂടെ ഒരു അഡീഷണൽ പർച്ചേസ് വന്നിട്ടുണ്ടെങ്കിൽ വിൽക്കുന്ന ദിവസം വാട്ട് ഈസ് ദ റിട്ടേൺ ഡൗൺ വാല്യൂ? ദാറ്റ് ഈസ് 6,25,000 ആണ്. 6,25,000 നിന്ന് നമുക്ക് സെയിൽസ് പ്രൈസ് എന്ന് പറയുന്ന കൺസിഡറേഷൻ എത്ര രൂപയാണ്? 2 ബിൽഡിങ്ങും കൂടി, അതായത് മുമ്പുണ്ടായിരുന്ന ബിൽഡിങ്ങും പുതിയ വാങ്ങിയ ബിൽഡിങ്ങും കൂടി നമ്മൾ വിറ്റപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 6 ലക്ഷമാണ് കിട്ടിയത്. അപ്പോൾ 6,25,000 രൂപ വിലയുള്ള ഒരു സാധനം നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്? 6 ലക്ഷം രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗെയിൻ ആണോ അതെ ലോസ് ആണോ? 6,25,000 രൂപ വിലയുള്ള സാധനം 6 ലക്ഷത്തിന് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ അല്ല വരുന്നത്, ഇവിടെ ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സ്ലൈഡിൽ നോട്ട് ചെയ്തിട്ടുള്ളത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ലോസ് ദാറ്റ് ഈസ് ₹25,000. അതായത് നമ്മുടെ കോസ്റ്റിൽ നിന്ന് സെയിൽസ് പ്രൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് ഫിഗറാണ് വരുന്നത്. അപ്പോൾ സെയിൽസ് പ്രൈസ് കുറവും കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു എ ലോസ്. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ അല്ല വരുന്നത്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ലോസ് ആണ്.
അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനെ കുറിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. രണ്ട് എക്സാമ്പിളിൽ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ റിട്ടൺ ഡൗൺ വാല്യൂ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു 2 എക്സാമ്പിളും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സിമ്പിളായിട്ട് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ച പോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷനും ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. നേരത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ പറഞ്ഞ പോലെ തന്നെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ നോക്കണം. അതിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺലി ഓർ എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ, then indexed cost of acquisition, indexed cost of improvement. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രാൻസ്ഫർ എക്സ്പെൻസസും കോസ്റ്റ് ഓഫ് എക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയപ്പോൾ ഈ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ്റെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും എന്ന് പറയുന്ന ആ ടേമിൻ്റെ മുമ്പിൽ ഞാനൊരു വേർഡ് ആഡ് ചെയ്തു. ഏത് വേർഡാണ് ഞാൻ ആഡ് ചെയ്തത്? ഇൻഡെക്സേഷൻ. അതായത് നമ്മുടെ പ്രൈസ് ഇൻഡെക്സിനനുസരിച്ച് കൊണ്ട് നമ്മളൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാതെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമുക്ക് എടുത്താൽ പറ്റില്ല. കോസ്റ്റ് ഓഫ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് CII, ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് എക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് വേണം, ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ വേണം, ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും വേണം. ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ടാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 54 പറഞ്ഞിട്ടുള്ള സെക്ഷൻ 54, 54B, 54D, 54EC, 54F, 54G, 54GA ഇത്രയും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ദ ബാലൻസിങ് എമൗണ്ട് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇൻഡെക്സേഷൻ റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് എക്വിസിഷനോ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റോ നമുക്ക് എടുത്താൽ പറ്റില്ല. അതാണ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് ഓഫ് എക്വിസിഷനും ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും മാത്രം എടുത്താൽ മതി. അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുമ്പോൾ നമ്മൾ രണ്ടും കൂടി എടുക്കണം. അതായത് ഇൻഡെക്സേഷൻ വാല്യൂ ഓഫ് ദ കോസ്റ്റ് ഓഫ് എക്വിസിഷനും എടുക്കണം, ഇൻഡെക്സേഷൻ വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ സെക്ഷൻ 58 എന്ന് പറയുന്നതാണ് ഇൻഡെക്സേഷനെ പറ്റിയിട്ട് പറയുന്നത്. സെക്കൻഡ് പ്രൊവിഷൻ ടു സെക്ഷൻ 48, ദാറ്റ് ഈസ് ഇൻഡെക്സേഷൻ. ഇവിടെ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് where the capital gains arises from the transfer of a long term capital asset, then for the purpose of computing capital gains, indexed cost of acquisition shall be taken instead of cost of acquisition. കോസ്റ്റ് ഓഫ് എക്വിസിഷന് പകരം നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണ് സെക്ഷൻ 48 പ്രകാരം നമ്മൾ എടുക്കേണ്ടത് ഇൻ ദ കേസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എടുക്കാതെ ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഫോർമുല അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഷാൽ ബി ടേക്കൺ ഇൻസ്റ്റെഡ് ഓഫ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ എന്താണ് എടുക്കുന്നത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് എടുക്കുന്നത്. ഇനി ICOI, അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവരും അവനവൻ്റെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയെടുക്കുക. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് asset is transferred, all divided by
cost inflation index for the first year in which improvement to the asset took place. ഓക്കെ, അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, എത്ര രൂപ നമ്മൾ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് അതേ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് ട്രാൻസ്ഫർഡ്. ഏത് വർഷമാണോ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വർഷത്തിൽ എത്ര രൂപയാണോ ഇൻഡെക്സ്ഡ് വാല്യൂ വരുന്നത് ആ വർഷത്തിൻ്റെ ഇൻഡെക്സ്ഡ് വാല്യൂ ആണ് എടുക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൻ്റെ അടിയിലായിട്ട് ഒരു ടേബിൾ വരച്ചിട്ടുണ്ടാവും. അതിൽ ഓൾമോസ്റ്റ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോസ്റ്റ് ഓഫ് ഇൻഡെക്സേഷൻ സാധാരണ നമുക്ക് പ്രോബ്ലത്തിൻ്റെ ബ്രാക്കറ്റിൽ തരാറുണ്ട്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ വർഷത്തെ, അതായത് ഈ ഒന്ന് രണ്ട് അസസ്മെൻറ്റ് ഇയറിലെ ലാസ്റ്റിലത്തെ 1-2 അസസ്മെൻറ്റ് ഇയറിലെ ഇൻഡെക്സേഷൻ റേറ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാം. മുഴുവനൊന്നും പഠിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് തരുമെന്ന് വിചാരിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇൻഡെക്സ്ഡ് വാല്യൂ തരാത്ത ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് അസസ്മെൻറ്റ് ഇയറിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് നോക്കാം. ഓക്കെ, അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 289 രൂപയാണ് ഈ അസസ്മെൻറ്റ് ഇയറിൽ നമ്മുടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു ഏത് വർഷമാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വർഷത്തിൻ്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നോക്കാം. ഓൾ ഡിവൈഡഡ് ബൈ എന്നാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ഏത് വർഷമാണോ ആ വർഷത്തിൻ്റെ ഇൻഡെക്സേഷൻ റേറ്റ് ആണ് നമ്മൾ എഴുതുന്നത്. നിങ്ങൾക്കത് തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫോർമുലയാണ്. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൾ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് for the first year in which improvement to the asset took place. ഇതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് കോസ്റ്റ് അക്വിസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് ICOA that is equal to cost of acquisition into cost inflation index for the year in which asset is transferred divided by cost inflation index for the first year in which the acquisition to the asset took place. അതായത് ഇംപ്രൂവ്മെൻ്റ് എന്നുള്ള വേർഡിൻ്റെ അവിടെ എക്വിസിഷൻ എന്നുള്ള വേർഡ് നിങ്ങളുടെ ഫോർമുലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ICOA കിട്ടി. അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് for the year in which asset is transferred all divided by cost inflation index for the first year in which improvement to the asset took place. ക്ലിയർ ആയില്ലേ? ഇനി ആ ഫോർമുല ഒന്നും കൂടിയും നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പ്രൈസ് ഇൻഡെക്സ് നിങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നോക്കാം. 2001 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബിഫോർ 1/4/2001 ആണെങ്കിൽ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് 1/4/2001 ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് വാങ്ങിയിട്ടുള്ളതാണെങ്കിലും ബേസ് ഇയർ 1/4/2001 മുതൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതാണ് നിങ്ങളുടെ ബുക്കിലുള്ള ഇൻഫ്ലേഷൻ ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2001, 2002 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഫോർമുല എഴുതിയെടുക്കുക. ഈ ചാപ്റ്റർ കഴിയുന്നവരെ ഈ ഫോർമുലാസ് ഒന്ന് വായിച്ച് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ദാറ്റ് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, COA ആൻഡ് COI ഷുഡ് ബി ഇൻഡെക്സ്. അതായത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഷുഡ് ബി ഇൻഡെക്സ്. ഇൻ ദ കേസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, cost of acquisition and cost of improvement should be indexed. നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. COA means cost of acquisition, COI means cost of improvement. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഇൻറ്റു
Cost Inflation Index CII means Cost Inflation Index. എല്ലാവരും നോട്ട് ചെയ്യാട്ടോ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ. CII means Cost Inflation Index for the year of transfer, all divided by CII for the first year in which the asset was held, or for the year 2001-2002, whichever is later. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് എന്നാണോ അസറ്റ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്, അതല്ല 2001 2002 മുമ്പാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് 2001 2002 ആണ്. ഈ 2 വർഷവും കമ്പയർ ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ്റെ ഇൻഡെക്സിലെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് for the year of transfer, all divided by cost inflation index for the first year in which the asset was held, or for the year 2001-2002, whichever is later. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡെക്സിലെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു CII for the year of transfer, all divided by CII for the year in which the improvement took place. എന്നാണോ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. സോ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടുക്ക് പ്ലേസ്. എല്ലാവരും നോട്ട് ചെയ്തില്ലേ നോട്ട്ബുക്കിൽ? അതുപോലെ തന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് അസറ്റ് അക്വയേഴ്സ് ബിഫോർ 1/4/2001. 1/4/2001 മുമ്പായിട്ടാണ് നമ്മളത് അക്വയർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ, FMV means ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 whichever is higher. അതായത് ആക്ച്വൽ കോസ്റ്റ് നമ്മൾ നോക്കുക, ഇപ്പോഴത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കുക, അതിലേതാണോ ഹയസ്റ്റ് വാല്യൂ അതാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഡൺ ബിഫോർ 1/4/2001, അതായത് 1/4/2001 മുമ്പാണെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കേണ്ടത് 1/4/2001 മുമ്പാണോ 1/4/2001 ശേഷമാണോ എന്ന് നോക്കുക. 1/4/2001 മുമ്പാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അതേസമയം 1/4/2001 ശേഷമുള്ള എക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കുക, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നോക്കുക, ഏതാണോ ഹയസ്റ്റ് വരുന്നത് അതാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അതേസമയം 1/4/2001 ശേഷമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആയാലും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്തേണ്ടതുണ്ട്. ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്താനായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഇൻറ്റു നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്നാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ വർഷത്തെ ഇൻഡെക്സ്ഡ് വാല്യൂ ഡിവൈഡഡ് ബൈ എന്നാണോ എക്വയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്നാണോ ഇംപ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ആ വർഷത്തെ ഇൻഡെക്സ്ഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് വാല്യൂ കിട്ടി. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 224 എടുക്കൂ. പേജ് നമ്പർ 224 ഒരു പ്രോബ്ലം ആണ്. ഞാൻ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മിസ്റ്റർ മോഹൻ ഹാഡ് അക്വയർഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഓൺ 15/7/2005 അറ്റ് എ കോസ്റ്റ് ഓഫ് ₹1,75,000. ഓൺ 20/1/2020 he sold the house for ₹18,62,000 and paid a brokerage of ₹18,000. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ. നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഇല്ല, ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഞാൻ ഈ പ്രോബ്ലത്തിൽ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ അടിച്ചിട്ടുണ്ട്. അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2005-2006 117, 2019-2020 289 ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്.
അപ്പം നമ്മൾ ചെയ്യേണ്ടത് എക്വയർ ചെയ്ത ഡേറ്റ് എന്നാണ്. എല്ലാവരും ഒരു കാര്യം ചെയ്യാം, എക്വയർ ചെയ്ത ഡേറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 15/7/2005 മുതൽ 20/1/2020 വരെയാണ്. ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. 36 മാസത്തിൽ കൂടുതലുള്ളത് കൊണ്ട് നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. മോർ ദാൻ 36 മന്ത്സ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പം നമുക്ക് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എക്വയർ ചെയ്ത ഡേറ്റിൽ 15/7/2005 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അത് ഏത് പ്രീവിയസ് ഇയറിലാണ് വരുന്നത്. 15/7/2005 എന്ന് പറയുമ്പോൾ 2005-2006 ആണ് നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 2005-2006 ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് പ്രോബ്ലത്തിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് 2005-2006 ഇൻഡെക്സേഷൻ റേറ്റ് എന്ന് പറയുന്നത് 117 ആണ്. വിറ്റ ദിവസം എന്ന് പറയുന്നത് January 20, 2020 ആണ്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-2020 ആണ്. 2019-2020 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 289 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിലാണ്, ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻഡെക്സേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എടുത്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചെടുക്കുക. അതായത് ഒരു 2 കോളം മതിയും, 2 കോളമായിട്ട് വരയ്ക്കാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഫുൾ വാല്യൂ ഓഫ് ദ കൺസിഡറേഷൻ ആണ്. ഫുൾ വാല്യൂ ഓഫ് ദ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 18,62,000 രൂപയാണ് ഈ ഹൗസ് പ്രോപ്പർട്ടി വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രോക്കറേജ് 18,000 കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 18,62,000 നിന്ന് ബ്രോക്കറേജ് കൊടുത്തിട്ടുള്ള 18,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമ്മുടെ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡറേഷൻ ആക്ച്വലി റിസീവ്ഡ് ആയിട്ടുള്ള 18,62,000 നിന്ന് ബ്രോക്കറേജ് 18,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 18,44,000 ആണ്. ഇതിൽ നിന്നാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എക്വിസിഷൻ എമൗണ്ട് എത്രയാണ്, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് 1,75,000 ആണ്. അതേ ഇൻറ്റു CII ഫോർ ദ ട്രാൻസ്ഫർ ഡേറ്റ്. എന്നാണ് ഇവിടെ ട്രാൻസ്ഫർ ഡേറ്റ് 2019-20 എന്ന് പറയുമ്പോൾ അന്നത്തെ CII എന്ന് പറയുന്നത് 289 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ എന്നാണ് എക്വയർ ചെയ്തിട്ടുള്ളത് 15/7/2005 എന്ന് പറയുമ്പോൾ 2005-2016 ആണ്. അന്നത്തെ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 117 ആണ്. സോ നമ്മുടെ ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് 1,75,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 117. എല്ലാവരും നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കുക. 1,75,000 ഇൻറ്റു 289 ഓൾ ഡിവൈഡഡ് ബൈ 117. അപ്പം നിങ്ങൾക്ക് 4,32,265 രൂപ കിട്ടും. ദാറ്റ് ഈസ് ദ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള നെറ്റ് കൺസിഡറേഷൻ ആയിട്ടുള്ള 18,44,000 നിന്ന് 4,32,265 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എത്ര രൂപ കിട്ടും? 14,11,735. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. 18,44,000 മൈനസ് 4,32,265. അപ്പം നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 14,11,735 കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഹോൾഡിംഗ് പീരീഡ് നോക്കി. ഹോൾഡിംഗ് പീരീഡ് 36 മാസത്തിൽ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെന്നുള്ളത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നമുക്കറിയാം കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നതിന് പകരം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നോക്കാം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ ഇവിടെ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ
ബ്രോക്കറേജ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് കിട്ടി. അതിൽ നിന്നാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ. വിറ്റ വർഷം എന്ന് പറയുന്നത് 2019-20 ആയതുകൊണ്ട് ആ വർഷത്തെ ഇൻഡെക്സ്ഡ് വാല്യൂ 289 എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഡിവൈഡ് ചെയ്യേണ്ടത് എന്നാണോ നമ്മളിത് എക്വയർ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ 2005-2006 എന്ന് പറയുന്ന വർഷത്തെ ഇൻഡെക്സ്ഡ് വാല്യൂ എടുത്തു. എത്ര രൂപയാണ്? 117. ആ 117 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കിട്ടി. അത് നമ്മൾ ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിലുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. നിങ്ങൾ യൂഷ്വലായിട്ട് ഇത് കുറച്ച് കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് കിട്ടും. ലാസ്റ്റ് പ്രീവിയസ് ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയറിൻ്റെ ഇപ്പം നമ്മളുടെ 2019, 20, 2021 ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായിരിക്കും മിക്കവാറും പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാവുന്നത്. ഇനി ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട്. ഓക്കെ, ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അടുത്ത ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു കൺഫ്യൂഷൻ പോവുള്ളൂ. അതുകൊണ്ട് ലെങ്തി ക്ലാസ് ആണ്, സ്കിപ്പ് ചെയ്ത് പോവരുത്. ദയവേത് ഫുള്ള് ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കമ്പ്യൂട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി 1/1/2003 1,33,000 തന്നിട്ടുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് 21/4/2005 ആണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2/2/2008 സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 16/5/2019 ആണ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം 2001 ശേഷമാണ്, 2001 മുമ്പായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് നമുക്ക് ഇൻഡെക്സേഷൻ റേറ്റുകൾ തന്നിട്ടുണ്ട്. 1/1/2003 എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പ്രീവിയസ് ഇയർ ആണ് വരുന്നത്? അതായത് 1/1/2003 എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2002-2003 ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷൻ ഡേറ്റിൻ്റെയും പ്രീവിയസ് ഇയറിൽ ആദ്യം നോക്കണം. അത് വെച്ചിട്ടാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1/1/2003 അവിടെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2002-2003 ആണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 21/4/2005 ആണ്. അവിടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2005-2006 ആണ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2/2/2008 ആണ്. അതിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, 2007-2008 ആണ്. ഇനി സെയിൽസ് എന്ന് പറയുന്നത് 16/5/2019 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ 2019-2020 ആണ്. ഓക്കെ, അത്രയും എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചില്ലേ നോട്ട്ബുക്കിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതിൻ്റെ വെളിച്ചത്തിലാണ്, ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലത്തിൽ നമുക്ക് ക്ലീൻ ആയിട്ട് തന്നിട്ടുണ്ട്, 15,23,000. അവിടെ നെറ്റ് കൺസിഡറേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് വാല്യൂ ആണ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്ന 1,33,000 ഇൻറ്റു 289, അതായത് എന്നാണ് ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത്? അത് നമ്മളുടെ കറണ്ട് ഇയറിലാണ്. അതായത് അതിൻ്റെ ഇൻഡെക്സ്ഡ് റേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസ് ആയാലും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാലും 289 എടുക്കുള്ളൂ. അതായത് നമ്മളുടെ ട്രാൻസ്ഫർ നടന്നിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് സെയിം ആണ്.
പക്ഷേ എക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് എക്വയർ ചെയ്തിട്ടുള്ളത് 2002 2003 അതുകൊണ്ട് തന്നെ ആദ്യത്തെ കേസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കണ്ടുപിടിക്കാനായിട്ട് 289 ഡിവൈഡ് ബൈ 105 ചെയ്യണം. ഓക്കെ. അതേസമയം കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലത്തിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2005 2006 ആദ്യത്തെ ഇംപ്രൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് 1,00,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് നമ്മൾ 2005 2006 ഇൻഡെക്സ്ഡ് വാല്യൂ ആയിട്ടുള്ള 117 നമ്മൾ എടുക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നതിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് നടന്നിട്ടുള്ളത് ഏത് വർഷമാണ്? 2007 2008 അതിൻ്റെ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 129. അപ്പോൾ ഡിനോമിനേറ്ററിൽ മാത്രമേ നമുക്ക് മാറ്റം വരുന്നുള്ളൂ. അതായത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ്റെ പ്രീവിയസ് ഇയറിലെ ഇൻഡെക്സ്ഡ് വാല്യൂ നോക്കിയിട്ട് ഡിനോമിനേറ്റർ മാറും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആദ്യത്തെ കേസിൽ ഡിനോമിനേറ്ററിൽ മാത്രം എന്നാണ് ഇംപ്രൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് അത് വെച്ചിട്ടുള്ള CII മാത്രമാണ് മാറുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിലും ഡിനോമിനേറ്ററിൽ മാത്രം നമ്മളുടെ എന്നാണ് ഇംപ്രൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് അതിൻ്റെ CII ആണ് എടുക്കുന്നത്. അപ്പോൾ നെറ്റ് കൺസിഡറേഷനായിട്ടുള്ള 15,23,000 നിന്ന് ആദ്യം കുറയ്ക്കേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷനാണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കണ്ടുപിടിക്കാൻ 1,33,000 ഇൻറ്റു 289 ഡിവൈഡ് ബൈ 105. എല്ലാവരും കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് 3,66,067 കിട്ടും. ഓക്കെ. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് 1,00,000 ഇൻറ്റു 289 ഡിവൈഡ് ബൈ 117. എല്ലാവരും കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അപ്പോൾ 2,47,009 കിട്ടും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്മെൻറ്റും കൂടിയുണ്ട്. അതിൻ്റെയും ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്താൻ ആയിട്ട് 3,20,000 ഇൻറ്റു 289 ഡിവൈഡ് ബൈ 129. അപ്പോൾ ഇതിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 7,16,899. ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തം അതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് 3,66,067 പ്ലസ് 2,47,009 പ്ലസ് 7,16,899. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 13,29,975. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള നെറ്റ് കൺസിഡറേഷൻ ആയിട്ടുള്ള 15,23,000 നിന്ന് നമ്മൾ ഈ എല്ലാ ഇൻഡെക്സ്ഡ് വാല്യൂവും അതായത് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള 13,29,975 എന്ന് പറയുന്നത് കുറയ്ക്കുമ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന 1,93,025 രൂപ കിട്ടുന്നത്. അപ്പോൾ ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്താനായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു 2 എക്സാമ്പിളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷനിൽ പറഞ്ഞുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
ആ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫുൾ കൺസിഡറേഷനിൽ നിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ട്രാൻസ്ഫർ എക്സ്പെൻസസും ആണ്. പിന്നീട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സംഷൻ എന്ന് പറയുന്ന സെക്ഷൻ 54 ആണ്. അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ട്രാൻസ്ഫറിങ് എക്സ്പെൻസസ് കൺസിഡറേഷന് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതിനുള്ള ഫോർമുലാസ് പറഞ്ഞു, പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ വേറെ കുറേ കണക്കുകളുണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തിയറി ഒന്നും കൂടി നന്നായി പഠിച്ച് ഈ ചെയ്ത കണക്ക് തന്നെ ഒന്നും കൂടി നന്നായി ചെയ്തു നോക്കിയതിന് ശേഷം വേറെ കണക്കിലേക്ക് പോയാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.